എപ്പോഴും നമുക്ക് ട്രഡീഷണലായിട്ട് നല്ല ഗ്രാൻഡായിട്ടുള്ള സാരീസ് ഉടുക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ഈ സാരീസ് കുറച്ചൊന്ന് പ്രീമിയം റേഞ്ചിൽ, പ്രൈസ് റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നത്. എന്നാൽ ഈ ബനാറസി ലുക്കിൽ ആൻറ്റിക് സെറി വിവിങ് ഒക്കെ വന്നിരിക്കുന്ന നല്ല ബ്രോഡറായിട്ടുള്ള ബോർഡേഴ്സൊക്കെ വരുന്ന ഗ്രാൻഡ് ആയിട്ടുള്ള സാരീസ് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവന്നേക്കാം കേട്ടോ. ഒരു സെമി സിൽക്ക് ഫാബ്രിക്കാണ്. സെമി സിൽക്കിൽ ഒരു ലിനൻ സ്ലബ്സൊക്കെ, ലിനനകത്ത് ഒരു സ്ലബ് ഫിനിഷ് വരുന്ന പോലത്തെ ഒരു ഫാബ്രിക്, അതിൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ബോർഡേഴ്സ്, ആൻറ്റിക് സെറി വീവിങ് ഒക്കെ വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ബോർഡേഴ്സ്, ലോവർ ബോർഡർ വലുതായിട്ടും അപ്പർ ബോർഡർ ഷോർട്ടർ ബോർഡറൊക്കെ ആയിട്ട് നല്ല ഗ്രാൻഡായിട്ട് പ്ലെയിൻ ബ്ലൗസും ആണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കോഡ്സിൽ ഡിഫറെൻറ്റ് കളർ വേരിയൻസ് അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് നല്ല പ്രത്യേകമായിട്ടുള്ള കളേഴ്സാണ്. ഒന്ന് ഒരു നല്ല പീ ഗ്രീൻ ആൻഡ് വൈൻ റെഡ് കളർ, പിന്നെ വൈൻ റെഡ് ആൻഡ് ടീൽ ഗ്രീൻ കളർ, നേവി ബ്ലൂ ആൻഡ് ബ്രിക്ക് റെഡ് ടോൺ, അതുപോലെ തന്നെ ഒരു കഷിഷ് കളറും വൈൻ റെഡും. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൾ കളർ കോൺട്രാസ്റ്റ് ഓപ്ഷൻസിലാണ് ഈ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ലീഫ് ഗ്രീൻ ആണ് കേട്ടോ. പീ ഗ്രീൻ അല്ല, ലീഫ് ഗ്രീൻ ആണ്. ലീഫ് ഗ്രീനിൽ വൈൻ റെഡ് കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. പ്രോഡക്റ്റിൻ്റെ കോഡ് YNG 293 ആണ്. 2099 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള, നമ്മൾ ബനാറസി സാരീസൊക്കെ കാണുമ്പോൾ ബനാറസി സാരീസിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെല്ലാം ഇങ്ങനെ ഷോർട്ട് പല്ലൂസ് ആയിരിക്കും. ആ ഷോർട്ട് പല്ലു ഒരു ടിഷ്യൂ വീവിങ് പോലെ ലൈൻ വീവിങ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോർട്ട് പല്ലു. എന്നിട്ട് താഴത്തെ ബോർഡർ ഡീറ്റെയിലിംഗ് കണ്ടോ, കുറച്ച് ബ്രോഡായിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് ഷോർട്ടർ ആയിട്ടുള്ള അപ്പർ ബോർഡർ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഫിനിഷാണ് കേട്ടോ. ഈ ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അതിനൊരു നല്ല ഒരു സിൽക്കിൻ്റെ ഫിനിഷും കൂടെ ഉള്ളത് കൊണ്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ലുക്കാണ്. ഇത് ഉടുത്തു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഇങ്ങനത്തെ സാരീസൊക്കെ നമ്മൾ ഫോട്ടോസിന് വേണ്ടിയിട്ടല്ലേ, കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ പ്രസൻസ് തരുന്ന സാരീസാണ്. വളരെ ഗ്രാൻഡായിട്ടുള്ള ഫോട്ടോ പ്രസൻസ് തരുന്ന സാരി. എന്നിട്ട് ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ആ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. സാധാരണ നമ്മൾ കാണാത്ത പോലെ ഒരു വേവ്സ് സിക്സാഗ് ഒക്കെയാണ് നമ്മൾ കാണാറ്. ഇത് കണ്ടോ, ഒരു വേവ്സ് പോലെ വരുന്ന ഒരു പാറ്റേൺ, അതുപോലെ ഒരു ലാഡർ പോലെ വരുന്നത്, അങ്ങനെയുള്ള ഒരു വളരെ ഗ്രഡേഷനിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷനിൽ വരുന്ന ലൈൻസിൻ്റെയും ഡോട്ട്സിൻ്റെയും ഒക്കെ കോമ്പിനേഷനിലാണ് ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. എഡ്ജിൽ വന്നിരിക്കുന്നത് ട്രഡീഷണൽ ബനാറസിയിലൊക്കെ വരുന്ന ബോർഡർ പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ടോപ്പും ഇതുമൊക്കെ ആകുമ്പോൾ ഗ്രാൻഡ് ആയിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നല്ലത്. ഇനി ആർക്കെങ്കിലും ഇത് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വരുന്ന ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഉള്ളിൽ കുത്തുന്ന ഭാഗത്തുള്ള അവിടുന്ന് ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് മുറിച്ചെടുത്തിട്ട് അവിടെ വേറെ പീസ് പിടിപ്പിച്ചാലും മതി. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ബ്ലൗസ് ആൻഡ് സാരി. ഫസ്റ്റ് കളർ. നെക്സ്റ്റ് കളർ നമുക്ക് കാണാം. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് വൈൻ റെഡ് ആൻഡ് ടീൽ ഗ്രീൻ. വൈൻ റെഡ് ആൻഡ് ടീൽ ഗ്രീൻ, ഇത് നമ്മൾ സാധാരണ അങ്ങനെ കാണാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ. YNG 293 C വേരിയൻ്റ് ആണ്. ബർഗൻഡി, വൈൻ റെഡ് മോർ ഓഫ് ഒരു ബർഗൻഡി ടോൺ ആണ് കേട്ടോ. വൈൻ റെഡും ബർഗൻഡിയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡാർക്ക് വൈൻ റെഡ് ടോൺ. 2099 ആണ് കേട്ടോ. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് 2099 ആണ്. YNG 293 ആണ് പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത്. ഡിഫറെൻറ്റ് കളർ വേരിയൻസ് ആയിട്ടാണ് ഇത് അവൈലബിൾ ആക്കിയേക്കുന്നത്. വേണ്ട, നല്ല കോമ്പിനേഷനാണ്. ബർഗൻഡി ആൻഡ് ടീൽ ഗ്രീൻ, അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ബനാറസി ബോർഡേഴ്സ്, ഒരു ലൈൻസ് പോലെ വരുന്ന കണ്ടോ, ലൈൻസ് പോലെ വരുന്ന ഒരു പല്ലു ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ആൻറ്റിക് കളറിലും പിന്നെ ആ മുന്താണിയിലോട്ട് വരുമ്പോൾ ആ ടീൽ ഗ്രീനിൽ ഗോൾഡൻ കളർ ലൈൻസും കൂടെ വന്നാൽ ഇങ്ങനത്തെ ഒരു ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇത് അടുത്ത കളർ 2099 ആണ് കേട്ടോ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഓപ്ഷൻ കാണാം നമുക്ക്. നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആൻഡ് ബ്രിക്ക് റെഡ് കളർ. നേവി ബ്ലൂവിൽ ബ്രിക്ക് റെഡ് ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയുടെ കളക്ഷൻ. എന്നിട്ട് ആ ബ്രിക്ക് റെഡ് ബോർഡറിൽ വന്നിരിക്കുന്ന ബ്രിക്ക് റെഡ് ആണ്. ബ്ലൗസ് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ഒരു റെഡ്, മെറൂണിഷ് ടിൻറ്റ് കയറി വരുന്ന റെഡാണ് കേട്ടോ ബോർഡർ ബ്ലൗസിൽ വന്നിരിക്കുന്നത്. ഇതാണ് അടുത്ത കളർ വന്നിരിക്കുന്നത്. ഞാനിതൊന്ന് 1 ലെയറും കൂടി ആക്കി വെച്ചിട്ട് കാണിക്കാം. ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട്
ഉണ്ടോ, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, എന്നാലും നമ്മൾ പ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ബ്ലൗസും കൂടെ കോൺട്രാസ്റ്റ് കളർ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ പല്ലു ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. 2099 പ്രൈസ് റേഞ്ചിൽ ഇതൊരു ബോത്ത് പൈ ആണ്. നല്ല ഗ്രാൻഡ് ലുക്കുള്ള സാരി. നെക്സ്റ്റ് കളർ ഓപ്ഷൻ കാണാം. നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഒരു കഷിഷ്, അതായത് ബ്രൗൺ, ചോക്ലേറ്റ് ബ്രൗണും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറ്. അതിൽ വൈൻ റെഡ് കളറിലുള്ള ബോർഡർ ഡീറ്റെയിലിംഗ്, വൈൻ റെഡ് കളറിലുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന തീർച്ചയായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. വൈൻ റെഡ് ആൻഡ് കഷിഷ് കളർ ആൻഡ് പല്ലു ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് സെയിം കോൺസെപ്റ്റ് തന്നെ, കളർ ഡിഫറൻസ് ആണ് കേട്ടോ. ഓരോ സാരിക്കും വന്നിരിക്കുന്ന കളർ ഡിഫറൻസ് ആണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് YNG 2932099. YNG എന്ന കോഡിൽ 293 കോഡിൽ 2099 പ്രൈസ് റേഞ്ചിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് YNG കോഡിൽ തന്നെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാം ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ വീഡിയോയുടെ കൂടെ കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ വീഡിയോയുടെ മുകളിൽ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് കാണാം. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ഐ മീൻ ലവ് വിത്ത് ദി എംബ്രോയിഡറി. ശരിക്കും നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ, വെരി പ്രിറ്റി ഫ്ലോറൽ ഡിസൈൻ, കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ്. അതിനകത്തൊരു ടൈൽ പാറ്റേണിൽ വന്നേക്കുന്ന ഒരു ഡിസൈൻ, അതിൻ്റെ അകത്തും ഇങ്ങനെ ഒരു ജൈൽ പാറ്റേണിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി ഇൻ വൈറ്റ് ത്രെഡ്. ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് ആണ് കേട്ടോ. അത് കോട്ട വീവിങ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു 5 ഷെയ്ഡ്സിൽ വന്നിരിക്കുന്ന കളക്ഷൻ. ഓൺലി 2499. ഒരു ഒക്കേഷണൽ വെയറിന് പെർഫെക്റ്റ് ആണ്. സോ ഐ ഹാഡ് സംതിങ് സിമിലർ. ഷെയ്ഡിന് വളരെ ക്ലോസർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് ഇത് സോളിഡ് ആയിട്ടുള്ള ഈ ഒരു ലുക്ക്, നമുക്ക് ലോ പോർഷനിലോട്ട് മുട്ടുന്നതായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന അതേ ഫാബ്രിക് തന്നെയാണ് ബ്ലൗസിനും വന്നിരിക്കുന്നത്. റണ്ണിങ്ങിൽ തന്നെ സെയിം ഫാബ്രിക് ആൻഡ് ഓൾ ഓവർ ദ സാരി വി ഹാവ് ദി സെയിം എംബ്രോയിഡറി. സോ ദിസ് ഇസ് എ സിമ്പിൾ എലഗൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. BLD 246 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ലാവൻഡർ ടോൺ വരും. അത് ആക്ച്വലി ഒരു ബ്ലൂയിഷ് ടോണും ഗോൾഡൻ്റെ ആയിട്ടുള്ള ഒരു മിക്സ് ആയിട്ട് വരുമ്പോൾ ആ ഒരു ഷെയ്ഡ് വരുന്നതാണ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് വൺ. ആക്ച്വലി ദിസ് ഇസ് എ പിങ്ക് ഷെയ്ഡ്. ആ പിങ്ക് ഷെയ്ഡിൻ്റെ കൂടെയും ഈ ഒരു ഗോൾഡൻ ടോൺ വന്നിട്ടുണ്ട്. ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ പല്ലുവിൻ്റെ എൻഡിങ്ങിലായിട്ട് നമുക്കൊരു സെറി ബോർഡർ ഡീറ്റെയിലിംഗ് പോലെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ട്രാൻസ്പെറൻസി ഭയങ്കരമായിട്ട് വില. ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. സോ ഇപ്പം ഞാൻ ഈ ലെങ്തിൽ കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കംഫർട്ടബിൾ ലെങ്ത് കാണുമായിരിക്കും. അപ്പോൾ എനിക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഉള്ള നീറ്റായിട്ടുള്ള ഫിനിഷിങ്ങിൽ നമ്മളൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ഗുഡ് ടു ഗോ. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. പിന്നെ നമുക്ക് ആ ഒരു ടമ്മി ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യു കെൻ ജസ്റ്റ് എന്താ പറയുക, പിൻ ദീസ് ടുഗെദർ. പക്ഷെ എന്നാലും ഭയങ്കര ട്രാൻസ്പെറൻസി ഒന്നും വരുന്നില്ല. നമുക്കൊരു സിംഗിൾ ലെയറിൽ ഈ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി പിങ്ക് ഷെയ്ഡ് with white thread embroidery all over, same embroidery detailing. And then we have a green. ഇത് കുറച്ചും കൂടി ഗ്രേ ടോൺ ആണ് ലാസ്റ്റ് ടോൺ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ഗ്രീൻ ടിൻ്റ് അവിടെ ഗോൾഡിൻ്റെ കൂടെ കയറി വരുമ്പോൾ തോന്നുന്നതാണ്. ഇതാണ് അത് ഗ്രീൻ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ടാസിൽസ് ആർ ടൈഡ് ഇൻ, നമുക്കൊരു മൾട്ടി ലെയർഡായിട്ട് വന്നിരിക്കുന്നത് നോട്ട്സ് വരുന്ന പല്ലു നോട്ടിങ് ആണ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദി ഗ്രീനിഷ് ടോൺ ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. സോൾഡായിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ്. ആക്ച്വലി അതിൻ്റെ വീവിങ് സ്റ്റൈല് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ടോ? യെസ്, സ്ലൈറ്റായിട്ട് അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. ദിസ് ഇസ് മോർ ലൈക്ക് എ ചെക്കോട്ടയുടെ പോലത്തെയുള്ള ഒരു ഫീല്. ഇത് ഈവൻ ആയിട്ടുള്ള ഒരു സൂപ്പർനെറ്റ് കോട്ടയിലൊക്കെ വരുന്ന പോലത്തെയുള്ള ഒരു സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് എനിക്ക് എല്ലാ ബ്ലൗസിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആൻഡ് ദിസ് ഇസ് പീച്ചി ടോൺ. ആൻഡ് ഗോൾഡൻ ടോൺ എടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. അത് പീച്ചിനോട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഗോൾഡൻ ടോൺ എടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡ്.
ദ ലാസ്റ്റ് വൺ ഗ്രേ ടോൺ ആണ്. പക്ഷെ ഗ്രീൻ ടിൻറ്റ് നമുക്ക് തോന്നുന്നത് ആ ഒരു ഗോൾഡിൻ്റെ കൂടെ ആ ഒരു ഗ്രേ ഷെയ്ഡ് വന്നേക്കുന്നത് കൊണ്ടാണ് വന്നേക്കുന്നത്. അതാണ് അതിൻ്റെ ലാസ്റ്റ് കളർ. ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store. ബീഡ്സും പേൾസും ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു കാഷ്വലായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും ഒരു ഒക്കേഷണൽ വെയർ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനും പറ്റുന്ന ചന്തേരി സിൽക്സിനകത്ത് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ പീച്ച് ടോൺ, ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പീച്ചാണ്, നല്ലൊരു ലൈവ്ലി കളറാണ്. ആൻഡ് ദെൻ വി ഹാവ് മസ്റ്റേർഡ് യെല്ലോ, ദെൻ ഒരു ലൈലാക്ക് ഗ്രേ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്, ആൻഡ് ദെൻ ഗ്രീൻ, ഒരു റെട്രോ ഫീൽ ചെറുതായിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻറ്റഡ് ഡിസൈൻ എന്ന് പറയാട്ടോ. കുഞ്ഞു പ്രിൻറ്റ് ഡിസൈനാണ്, അതുകൊണ്ട് തന്നെ എലഗൻ്റ് ആണ്. സം പീപ്പിൾ ഡോണ്ട് പ്രിഫർ ബിഗ് ബോൾഡ് ഡിസൈൻസ്. ചിലപ്പോൾ മേ ബി ദേ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ ബിക്കോസ് ഓഫ് എൻ ഏജ് ഫാക്ടർ, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ചിലർക്ക് അത് അത്രയ്ക്കും ഇഷ്ടമല്ല, അത്രയും ബോൾഡ് ഫ്ലോറൽസ് വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ബോൾഡറായിട്ട് വന്നിട്ടുള്ള പാറ്റേൺസ് വരുമ്പോഴത്തേക്കോ. ദിസ് ഇസ് എ സോഫ്റ്റ്, എന്താ പറയുക, സോഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എസ്തെറ്റിക്കലി നമുക്കൊരു ലൈറ്റായിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഇക്കത്ത് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഡിസൈനും കൂടെ ആയിട്ടാണ് സ്ക്രീൻ ഫ്രണ്ടിൽ ചെയ്തേക്കുന്ന കളക്ഷൻ. സോ ലെറ്റ്സ് സീ ദി ഹോൾ കളേഴ്സ്. നമുക്കിത് 2899 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. RGD 186 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ജങ്ക് ജ്വല്ലറിയുടെ കൂടെ പെയർ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കതും പറ്റും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് ഈ ഒരു സ്ട്രൈപ്പ് പ്രിൻറ്റഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്താൽ കാണാം. പല്ലുവിൻ്റെ എഡ്ജിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ജസ്റ്റ് ലൈക്ക് ഇൻ മൈ സാരി ഓൾസോ ദിസ് ഇസ് ദി ബ്ലൗസ് പ്രിൻറ്റ്. ഫുൾ ബ്ലൗസ് നമുക്ക് ഈ ഒരു പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഗ്രീൻ. അതിനകത്ത് നമുക്ക് ചന്തേരി സിൽക്കിനകത്ത് എപ്പോഴും വരുന്ന ഒരു നമ്മളുടെ ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു കുഞ്ഞ് സെറി ബോർഡർ, ദാറ്റ് ഇസ് ദെയർ ഇൻ ദിസ് വൺ ഓൾസോ. നമുക്ക് ആക്ച്വലി ഈ ഒരു കാറ്റഗറിയിൽ ഒരുപാട് കളക്ഷൻ നമ്മൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2899 റേഞ്ചിൽ തന്നെ വരുന്ന ചന്തേരി സിൽക്സിനകത്ത് ഒരുപാട് പ്രിൻറ്റ് ഡിസൈൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോഴ്സിൽ വന്നു കഴിഞ്ഞാലും യു ക്യാൻ സീ ദീസ് ആർ വെരി സോഫ്റ്റ് സാരീസ് വിച്ച് ആർ വെരി കംഫർട്ടബിൾ ടു വെയർ. ഞാനിപ്പോൾ ഒരുപാട് സാരി ഉടുക്കുമല്ലോ, നമുക്കപ്പം എനിക്കത് കാണുമ്പോഴത്തേക്ക് ഒരു ഒരു ആശ്വാസമാണ്, ബിക്കോസ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു വെയർ. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഒരു സോബർ ആയിട്ടുള്ള ഷെയ്ഡാണ്. അതിൻ്റെ പല്ലുവിന് ബോർഡറിൻ്റെ റിപ്പീറ്റ്സ് ഒരു 3 times ആക്കി കൊടുത്തേക്കാണ്. പല്ലുവിൻ്റെ എൻഡിൽ നമുക്ക് ഈ ഒരു കുഞ്ഞ് സെറി സ്ട്രൈപ്സിൻ്റെ ഡീറ്റെയിലിങ് വരുന്നുണ്ട്. ആൻറ്റി ഗോൾഡൻ ടോണിലാണ് ഇതിൻ്റെ ബോർഡർ സെറി ഡീറ്റെയിലിങ് വന്നിരിക്കുന്നത്. ആൻഡ് ഫൈനലി വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡ്സ്, ബിക്കോസ് യെല്ലോ സൂട്ട്സ് മീ റിയലി വെൽ ആൻഡ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ. അതാണ് അതിനകത്ത് ഒരുപാട് പേർക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് യെല്ലോ. ദിസ് ഇസ് ദി പല്ലു ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. ഈ ഒരു ലുക്ക് തന്നെയാണ് എല്ലാത്തിനകത്തും വന്നിരിക്കുന്നത്. RGD 186 പ്രോഡക്റ്റ് ലിങ്ക് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. യു കൻ ക്ലിക്ക് ഓൺ ഇറ്റ്, ഡയറക്ട്ലി വിസിറ്റ് ദി പ്രോഡക്റ്റ് പേജ്, ഓർ യു കൻ ജസ്റ്റ് സിംപ്ലി ഗോ ടു എ വെബ്സൈറ്റ്. ചന്തേരീസിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു കളക്ഷൻ്റെ അകത്ത് ഈ ഒരു പ്രിൻറ്റഡ് കളക്ഷനിൽ ഒരുപാട് വന്നിട്ടുണ്ട്. യു കൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ഓൾസോ, ചെക്ക് ഇറ്റ് ഔട്ട്.